ഓക്കെ, അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ EMPs കഴിഞ്ഞ് പിന്നെ ഓൾട്ടർനേറ്റിംഗ് കറണ്ടാണ് നമ്മൾ എടുത്തോണ്ടിരുന്നത്. അതിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്തൊക്കെയാ പഠിച്ചത്? AC അപ്ലൈഡ് ടു റെസിസ്റ്റർ പഠിച്ച്, ഇൻഡക്ടർ പഠിച്ച്, കപ്പാസിറ്റർ പഠിച്ച് അല്ലേ? അതിന്റെ മൂന്നിന്റെ ഇക്വേഷൻ എഴുതി ഫേസർ ഡയഗ്രാം വരച്ച് നമ്മൾ ഡയഗ്രാം ഒക്കെ വരച്ച് നോക്കി. അതില് AC അപ്ലൈഡ് ടു ആൻ ഇൻഡക്ടർ, ഇൻഡക്ടറിൽ നമ്മൾ പഠിച്ചത് എന്താ? I equal to sin omega t minus pi by 2. ഈ ഇക്വേഷൻ ആണ് നമ്മൾ ഫൈനൽ പഠിച്ചത് അല്ലേ? അതൊന്നും എടുത്ത് AC അപ്ലൈഡ് ടു ആൻ ഇൻഡക്ടർ, അത് എടുത്ത് വെച്ച് AC അപ്ലൈഡ് ടു ആൻ ഇൻഡക്ടർ അമ്മത് പിന്നെ നോക്കട്ടെ. AC അപ്ലൈഡ് ടു ആൻ ഇൻഡക്ടർ I equal to V0 by L omega sin omega t minus pi by 2. ഇതാണ് നമ്മൾ പഠിച്ചത്. ഓക്കെ, അതിൽ ഞാൻ ഇവിടെ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തായിരുന്നു. V by L omega equal to എന്തെന്ന് പറഞ്ഞാൽ കൊടുത്തത് I0 എന്ന് പറഞ്ഞ് കൊടുത്തായിരുന്നു. V0 by L omega equal to I0 എന്ന് പറഞ്ഞ് കൊടുത്തായിരുന്നു. ഇത്രയും ഓർമ്മയുണ്ടല്ല? ഈ ഇക്വേഷൻ ഓർമ്മയുണ്ടല്ല? I equal to V0 by L omega sin omega t minus pi by 2. Sin omega t minus pi by 2 എന്ന് പറയുമ്പോൾ അവിടെ എന്താ മീൻ ചെയ്യുന്നത്? Current lags behind EMF by phase pi by 2. ഇതിലൊരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തായിരുന്നു. V0 by L omega equal to I0. ഇവിടെ നിന്ന് V0 by I0 equal to L omega എന്ന് എഴുതണേ. V0 by I0 equal to L omega. V by I എന്ന് പറഞ്ഞാൽ എന്താ? R അല്ലേ? അപ്പൊ റെസിസ്റ്റൻസ്, ഇവിടെ റെസിസ്റ്റൻസിന് പകരം ഞാൻ XL എന്ന് കൊടുക്കണം. XL എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റെസിസ്റ്റൻസ് ഓഫേർഡ് ബൈ ഇൻഡക്ടർ XL. ഓക്കെ, V by I എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാ? റെസിസ്റ്റൻസ് തന്നെയാണ്. ഇവിടെ പക്ഷേ XL എന്ന് പറഞ്ഞ് കൊടുക്കണം. അതെന്താ? റെസിസ്റ്റൻസ് ഓഫേർഡ് ബൈ ഇൻഡക്ടർ. ഓക്കെ, റെസിസ്റ്റൻസ് ഓഫേർഡ് ബൈ ഇൻഡക്ടർ XL ഈക്വൽ ടു L ഒമേഗ. ഈ XL ഇതിനെ നമ്മൾ പറയുന്ന പേരാണ് ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ്. ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ റെസിസ്റ്റൻസ് ഓഫേർഡ് ബൈ ദ കറന്റ് ഫ്ലോ ത്രൂ ദ ഇൻഡക്റ്റീവ് സർക്യൂട്ട്. അതായത് സാധാരണ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താ? നമ്മൾ ഒരു ഒപ്പോസിഷൻ അല്ലെ? ഒപ്പോസിഷനാണ് നമ്മൾ എന്തെന്ന് പറയാം? റെസിസ്റ്റൻസ് എന്ന് പറയാം. അതില് ഇൻഡക്റ്റീവ് സർക്യൂട്ടിൽ ആ ഇൻഡക്ടർ ഓഫർ ചെയ്യുന്ന ഒരു റെസിസ്റ്റൻസ്, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാം? ഇൻഡക്റ്റീവ് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് എന്ന് പറയും. ഓക്കെ, ആ സബ്സ്റ്റിറ്റ്യൂഷന് ജസ്റ്റ് ഇത് XL ആക്കി കൊടുത്താൽ മതി. V by I equal to R ആണ്. ഇവിടെ റെസിസ്റ്റൻസ് ഓഫേർഡ് ബൈ ഇൻഡക്റ്റീവ് സർക്യൂട്ട്, അതുകൊണ്ടാണ് XL എന്ന് കൊടുത്തത്. റെസിസ്റ്റൻസ് ഓഫേർഡ് ബൈ ഇൻഡക്റ്റീവ് സർക്യൂട്ട് XL ഈക്വൽ ടു L ഒമേഗ. ഈ ഒരു ടേമിനെ നമ്മൾ പറയുന്ന പേരാണ് ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ്. XL എന്ന് പറഞ്ഞാലാണ് ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ്. ഓക്കെ, എഴുതിക്കോ ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ തൊട്ട് എഴുതിയാലും മതി കേട്ടോ. ആ ഇക്വേഷൻ ജസ്റ്റ് ഒന്ന് ഓർക്കാൻ വേണ്ടി എഴുതിയത്. ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ്, inductive reactance, it is the resistance offered by current flows through the inductive circuit. ഗൗരി ബോർഡ് ക്ലിയർ ആണോ? ഓക്കെ, സൗരഭ് എഴുതുന്നുണ്ടോ? ഇത്ര എഴുതിയിട്ട് എഴുതിക്കോ. It is the resistance offered by current flows through the inductive circuit. Inductive reactance എന്ന് ഹെഡിങ് കൊടുത്തിട്ട് എഴുതിക്കും. കണ്ടിന്യൂഷൻ ഇല്ലാത്തവർ അങ്ങനെ കൊടുത്തിട്ട് എഴുതിക്കും. എഴുതിയോ? ഇത് എഴുതിയിട്ടുണ്ട്.
ഇതെന്തിന്റെ ഇക്വേഷൻ ആയി എഴുതിയേക്കുന്നത്? AC applied to a capacitor. കപ്പാസിറ്ററിൽ അപ്പൊ എങ്ങനെയായിരുന്നു? പൈ ബൈ 2 എന്നാ പറയുന്നത്, പ്ലസ് പൈ ബൈ 2. അപ്പൊ എന്താ മീൻ ചെയ്യുന്നത്? കറന്റ് ലീഡ്സ് വോൾട്ടേജ് ബൈ ഫേസ് പൈ ബൈ 2. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ CV0 ഒമേഗ ഈക്വൽ ടു I0 എന്ന് പറഞ്ഞ സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് കൊടുത്തത്. അപ്പൊ നമുക്ക് കിട്ടിയതാണ് I ഈക്വൽ ടു I0 സൈൻ ഒമേഗ ടി പ്ലസ് പൈ ബൈ 2 എന്ന് പറയുന്ന ഇക്വേഷൻ. ഇതിന്ന് V0 by I0 equal to 1 by C omega. ഇവിടെ V by I എന്ന് പറഞ്ഞാൽ എന്ത് തന്നെ? റെസിസ്റ്റൻസ്. പക്ഷെ റെസിസ്റ്റൻസ് ഓഫർഡ് ബൈ XC കപ്പാസിറ്റർ. ഇവിടെ കപ്പാസിറ്റർ ആണ് ആ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ആ ഓപ്പോസിഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, മറ്റേവിടെ എന്തായിരുന്നു? സാധാരണ റെസിസ്റ്റൻസിന്റെ കേസിൽ നമുക്ക് അവിടെ ഒരു ആ സർക്യൂട്ടിൽ ഒരു റെസിസ്റ്റൻസ് ഉണ്ടായിരുന്നു, അതിനെ നമുക്ക് സാധാരണ R വെച്ച് തന്നെ ഡിനോട്ട് ചെയ്യാം. പക്ഷെ ഇൻഡക്ടറിന്റെ കേസിൽ വന്നപ്പോൾ അവിടെ ആ ഒരു ഇൻഡക്ടർ L എന്ന് പറയുന്ന ഇൻഡക്ടൻസ് L, ആ ഇൻഡക്ടർ ആണ് അവിടെ എന്ത് പ്രൊവൈഡ് ചെയ്യുന്നത്? റെസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതിനെയാണ് നമ്മൾ XL എന്ന് പറഞ്ഞ് ഡിനോട്ട് ചെയ്തത്. ഇവിടെ എന്താണ് പ്രൊവൈഡ് ചെയ്യുന്നത്? കപ്പാസിറ്റർ ആണ് റെസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുന്നത്. XC ഈക്വൽ ടു 1 ബൈ C ഒമേഗ. ഓക്കെ, അതിനു മുമ്പ് നമ്മൾ ഫസ്റ്റ് നോക്കിയത് എന്തായിരുന്നു? XL ഈക്വൽ ടു L ഒമേഗ ആയിരുന്നില്ലേ? XL ഈക്വൽ ടു, ഇത് എഴുതി തുടങ്ങല്ലേ? XL ഈക്വൽ ടു L ഒമേഗ, അത് പറയാൻ പറഞ്ഞു. XL ഈക്വൽ ടു L ഇൻറ്റു ഒമേഗക്ക് നമുക്ക് 2 പൈ F എന്ന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. അപ്പൊ നോക്കിക്കേ, XL ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഫ്രീക്വൻസി. XL ഫ്രീക്വൻസിക്ക് എങ്ങനെ പ്രൊപ്പോർഷണൽ ആണ്? ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. അപ്പൊ ഒരു ഗ്രാഫ് വരയ്ക്കുമ്പോൾ എങ്ങനെ വരും? ഇത് XL, ഇത് F ആണെങ്കിൽ ഗ്രാഫ് വരയ്ക്കുമ്പോൾ XL കൂടുമ്പോൾ ഫ്രീക്വൻസി കൂടും, ഫ്രീക്വൻസി കുറയുമ്പോൾ XL കുറയും. XL ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു F ആണ് കഴിഞ്ഞ കേസിൽ നമ്മൾ പഠിച്ചത്. അപ്പൊ ആ ഇൻഡക്റ്റീവ് റിയാക്ടൻസിന്റെ താഴെ ഇതുകൂടി എഴുതിക്കോളണം. ടൈം മറന്നു എന്താ പറയാം, അതുകൂടി എഴുതിക്കോളണേ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് XC ഈക്വൽ ടു 1 ബൈ C ഒമേഗ. XC ഈക്വൽ ടു 1 ബൈ C into omega 2 pi F. അപ്പൊ ഇവിടെ നോക്കിക്കേ, XC is inversely proportional to frequency. നോക്കിക്കേ, പറഞ്ഞിട്ട് എഴുതാം. XC is inversely proportional to frequency. XC is inversely proportional to frequency. അപ്പൊ ഇവിടുത്തെ ഗ്രാഫ് വരുന്നത് എങ്ങനെയായിരിക്കും? ഇത് XC, ഇത് F ആണെങ്കിൽ എങ്ങനെ വരും? ഫ്രീക്വൻസി കുറയുമ്പോൾ കപ്പാസിറ്റീവ് റിയാക്ടൻസ് എന്ത് ചെയ്യും? കൂടും. ഓക്കെ, അപ്പൊ XC എന്ന് പറഞ്ഞിട്ട് ഇത്ര എഴുതിയിട്ട് എഴുതിക്കോട്ടെ. XC is the capacitive reactance. Is the resistance offered by the flow of current in the capacitor circuit. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോട്ടോ. കണക്ഷൻ കിട്ടുന്നുണ്ടോ? മനസ്സിലായി? Definition capacitive reactance is the resistance offered by current flowing through the, ഇവിടെ ഏത് സർക്യൂട്ട് ആയിരുന്നു? ഇൻഡക്റ്റീവ് സർക്യൂട്ട്. ഇത് കപ്പാസിറ്റീവ് സർക്യൂട്ട്. മെറ്റീരിയലിൽ കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് മനസ്സിലാവാൻ വേണ്ടി മാത്രമേ എഴുതിയാൽ മതി. എഴുതിയാ തമ്മിൽ മനസ്സിലാക്കി എഴുതണ്ട. ആ മീനിങ് കിട്ടിയ ഇക്വേഷൻ മാത്രം നോക്കിയോ, കഴിഞ്ഞ ടോപ്പിക്കായിരുന്നു. XCയും XLഉം നോക്കി വെച്ചോട്ടെ. XL എന്താണ്? ഇൻഡക്റ്റീവ് റിയാക്ടൻസ്, XC കപ്പാസിറ്റീവ് റിയാക്ടൻസ്. ആ രണ്ട് ഇക്വേഷൻ ഒന്ന് ബോക്സ് ചെയ്തോട്ടാ. XL ഈക്വൽ ടു, നമുക്ക് അടുത്തത് ചെയ്യുമ്പോൾ വേണ്ടതാണ് XL ഈക്വൽ ടു L ഒമേഗ, XC ഈക്വൽ ടു 1 by C ഒമേഗ. XL is the inductive reactance and XC is the capacitive reactance. കഴിഞ്ഞോ? അർത്ഥം എഴുതി കഴിഞ്ഞോ? ഇതൊരു എഴുതി കഴിഞ്ഞോ? ദേവ കഴിഞ്ഞോ?
അടുത്തത് AC applied to a series LCR circuit. നോക്കിക്കേ, നേരത്തെ നമ്മൾ ഓരോന്നും സെപ്പറേറ്റ് പഠിച്ച് AC applied to a resistive circuit പഠിച്ച്, ഇൻഡക്റ്റീവ് സർക്യൂട്ട് പഠിച്ച്, കപ്പാസിറ്റീവ് സർക്യൂട്ട് പഠിച്ച്. ഇവിടെ നോക്കിക്കേ, AC applied to a series LCR circuit. എന്താണ് സീരീസ് LCR സർക്യൂട്ട് എന്നാ പറഞ്ഞേക്കുന്നത്? ഫസ്റ്റ് തന്നെ നമുക്ക് ഫിഗർ വരയ്ക്കാം. L എന്ന് പറഞ്ഞാൽ എന്താ? ഇൻഡക്ടർ, C കപ്പാസിറ്റർ, R റെസിസ്റ്റൻസ്. AC applied to a series LCR സർക്യൂട്ട്. ഓക്കെ, അപ്പോൾ L-ഉം C-യും R-ഉം നമ്മൾ സീരീസ് ആയിട്ട് കണക്ട് ചെയ്ത് അതിലേക്ക് ഒരു AC വോൾട്ടേജ് കൊടുക്കണേ. ഓക്കെ, അപ്പൊ നോക്കിക്കേ, സീരീസ് സർക്യൂട്ടിൽ കറന്റ് ആയിരിക്കും, കറന്റ് സെയിം ആയിരിക്കും, കറന്റ് കോൺസ്റ്റന്റ് ആയിരിക്കും അല്ലെങ്കിൽ ഡിഫറെന്റ് ആയിരിക്കും? സീരീസ് കോമ്പിനേഷനിൽ കറന്റിന്റെ വാല്യൂ, ഐയുടെ വാല്യൂ എന്തായിരിക്കും? സെയിം ആയിരിക്കും. പക്ഷെ ഇവിടെ പൊട്ടൻഷ്യൽ ആയിരിക്കും എന്ത് വരുന്നത്? ഐ സെയിം ആണെങ്കിൽ പൊട്ടൻഷ്യൽ എന്തായിരിക്കും? ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ ഇവിടെ ഓരോരുത്തർക്കും ഓരോ പൊട്ടൻഷ്യൽ ആയിരിക്കും. ഇപ്പൊ ഇൻഡക്ടറിന് പൊട്ടൻഷ്യൽ VL ആയിരിക്കും, ഇവിടെ VC ആയിരിക്കും, ഇവിടെ VR ആയിരിക്കും. ഓക്കെ, അപ്പൊ ടോട്ടൽ പൊട്ടൻഷ്യൽ എന്ന് പറയുമ്പോൾ അതായത് ടോട്ടൽ വോൾട്ട് V ഈക്വൽ ടു VL പ്ലസ് VC പ്ലസ് VR. ജനറലി നമുക്ക് ഇങ്ങനെ എഴുതാം. ഇത് നമുക്ക് VL എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് അക്രോസ് ഇൻഡക്ടർ, L ഇൻറ്റു DI ബൈ DT പ്ലസ് വോൾട്ടേജ് അക്രോസ് കപ്പാസിറ്റർ V ഈക്വൽ ടു Q ബൈ C പ്ലസ് വോൾട്ടേജ് അക്രോസ് റെസിസ്റ്റർ IR. ഇങ്ങനെ നമുക്ക് ജനറലി എഴുതാൻ പറ്റും. ഓക്കെ, പക്ഷെ നമുക്ക് ഇവിടെ കണ്ടുപിടിക്കേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റെസിസ്റ്റൻസ് ഓഫേർഡ് ബൈ സീരീസ് LCR സർക്യൂട്ട്. അപ്പൊ റെസിസ്റ്റൻസ് ഓഫേർഡ് ബൈ കപ്പാസിറ്റർ സർക്യൂട്ട് നമ്മൾ പറയുന്ന പേരെന്താ? റെസിസ്റ്റൻസ്, ശ്രദ്ധിക്കണേ, റെസിസ്റ്റൻസ് ഓഫേർഡ് ബൈ കപ്പാസിറ്റീവ് സർക്യൂട്ട് എന്താ? കപ്പാസിറ്റീവ് റിയാക്ടൻസ് XC. ഇനി റെസിസ്റ്റൻസ് ഓഫേർഡ് ബൈ ഇൻഡക്റ്റീവ് സർക്യൂട്ട് എന്താണ്? XL. അത് നമ്മൾ പഠിച്ച് ഇൻഡക്റ്റീവ് റിയാക്ടൻസ് എന്ന് പഠിച്ചു. ഇവിടെ നമുക്ക് വേണ്ടത് റെസിസ്റ്റൻസ് ഓഫേർഡ് ബൈ, അതിൽ രണ്ടിലും നമ്മൾ കണ്ടുപിടിച്ചു. റെസിസ്റ്റൻസ് ഓഫേർഡ് ബൈ റെസിസ്റ്റർ ആണെങ്കിൽ നമുക്ക് സാധാരണ R ആണെന്ന് അറിയാം. റെസിസ്റ്റൻസ് ഓഫേർഡ് ബൈ ഇൻഡക്ടർ XL ആണെന്ന് പഠിച്ച്, റെസിസ്റ്റൻസ് ഓഫേർഡ് ബൈ കപ്പാസിറ്റീവ് സർക്യൂട്ട് XC ആണെന്ന് പഠിച്ചു. ഇവിടെ മൂന്നും വരുന്നുണ്ട്, L-ഉം C-യും R-ഉം വരുന്നു. അപ്പൊ റെസിസ്റ്റൻസ് ഓഫേർഡ് ബൈ സീരീസ് LCR സർക്യൂട്ട്, അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതിന് നമ്മൾ പറയുന്ന പേരാണ് ഇംപിഡൻസ് എന്ന് പറയും. എന്താണ് ഇംപിഡൻസ്? ഇംപിഡൻസ് എന്ന് പറയും. റെസിസ്റ്റൻസ് ഓഫേർഡ് ബൈ സീരീസ് LCR സർക്യൂട്ട് ഇസ് ഇംപിഡൻസ്. ഇംപിഡൻസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഈ ഒരു സർക്യൂട്ടിൽ നമുക്ക് ഇംപിഡൻസ് കണ്ടുപിടിക്കും. ഇംപിഡൻസ് കണ്ടുപിടിക്കുന്നതിന് മുമ്പ് നമുക്ക് ഫസ്റ്റ് എല്ലാം ഒന്ന് ഒരുമിച്ച് എഴുതി നോക്കാം. റെസിസ്റ്റർ ഫസ്റ്റ് തൊട്ട് ഇപ്പൊ ക്ലാസ്സിൽ ഫസ്റ്റ് ചാപ്റ്റർ തുടങ്ങിയപ്പോൾ ഇല്ലായിരുന്നവർ പ്രത്യേകം ശ്രദ്ധിച്ചോ. റെസിസ്റ്റർ സർക്യൂട്ട് പ്യൂർലി റെസിസ്റ്റീവ് ആയിട്ടുള്ള സർക്യൂട്ടിൽ നമ്മൾ V ഈക്വൽ ടു V0 സൈൻ ഒമേഗ ടി കൊടുത്തു. അവിടുത്തെ കറന്റിന്റെ ഇക്വേഷൻ എങ്ങനെയായിരുന്നു? I ഈക്വൽ ടു I0 സൈൻ ഒമേഗ ടി. രണ്ടും സെയിം ഫേസ് ആയിരുന്നു അല്ലേ? രണ്ടും സെയിം ഫേസ് ആയിരുന്നു. ഇവിടുത്തെ വോൾട്ടേജ് V ഈക്വൽ ടു കറന്റ് I ഇൻറ്റു ഇവിടുത്തെ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണ R തന്നെ, അത് അങ്ങനെ എഴുതി. ഓക്കെ, ഇനി അടുത്ത സർക്യൂട്ടിലേക്ക് വരുമ്പോൾ ഇൻഡക്റ്റൻസ് എന്ന് പറയുമ്പോൾ ഇൻഡക്റ്റൻസ് ഒരു AC വോൾട്ടേജ് നമ്മൾ ഇൻഡക്ടർ സർക്യൂട്ടിലേക്ക് കൊടുത്തു. V ഈക്വൽ ടു V0 സൈൻ ഒമേഗ ടി. I എങ്ങനെ നമുക്ക് കിട്ടിയത്? I0 സൈൻ പറഞ്ഞ I0 സൈൻ ഒമേഗ ടി മൈനസ് π/2. ഇവിടെ ആരെ ലീഡ് ചെയ്യുന്നത്? വോൾട്ടേജ് ലീഡ് ചെയ്യുന്നു. കറന്റ് ലാഗ്സ് ബിഹൈൻഡ് EMF ബൈ ഫേസ് π/2. കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച 3 കേസും ഉണ്ട്. ഫസ്റ്റ് നമ്മൾ AC അപ്ലൈ ടു LCR സർക്യൂട്ട് അല്ലേ? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് AC അപ്ലൈ ടു റെസിസ്റ്റർ സർക്യൂട്ടിലേക്ക് മാത്രം AC അപ്ലൈ ചെയ്ത്, പിന്നെ ഇൻഡക്റ്റീവ് സർക്യൂട്ടിലേക്ക് മാത്രം AC അപ്ലൈ ചെയ്ത്, കപ്പാസിറ്റീവ് സർക്യൂട്ടിലേക്ക് AC അപ്ലൈ ചെയ്തു. അപ്പൊ നമുക്ക് ഇൻഡക്റ്റീവ് സർക്യൂട്ടിൽ കിട്ടിയത് എന്താണ്? കറന്റ് ലാഗ്സ് ബിഹൈൻഡ് EMF ബൈ ഫേസ് π/2. ഇനി കപ്പാസിറ്റർ, അപ്പൊ ഇവിടുത്തെ വോൾട്ട് V ഈക്വൽ ടു I ഇൻറ്റു റെസിസ്റ്റൻസ് ഓഫേർഡ് ബൈ ഇൻഡക്റ്റീവ് സർക്യൂട്ട് എന്താ? ഇൻഡക്റ്റീവ് റിയാക്ടൻസ്. അപ്പൊ ഇൻഡക്റ്റീവ് റിയാക്ടൻസിന്റെ സിമ്പൽ എന്താ? XL. ഓക്കെ, XL എന്താണെന്ന് അറിയാലോ? XL ഈക്വൽ ടു L ഒമേഗ. അത് ഓർത്ത് വെച്ചേക്കണം കേട്ടോ. ഓക്കെ, ഇനി അടുത്തത് കപ്പാസിറ്ററിലേക്ക് വരാം. കപ്പാസിറ്ററിലേക്ക് വരുമ്പോൾ നമ്മൾ കൊടുത്ത വോൾട്ടേജ് V ഈക്വൽ ടു V0 സൈൻ ഒമേഗ ടി കൊടുത്ത്. ഓക്കെ, അപ്പൊ I നമുക്ക് എന്താ കിട്ടിയത് റിലേഷൻ? I0 സൈൻ ഒമേഗ ടി പ്ലസ് π/2. ഇവിടെ എന്താ സംഭവിച്ചത്? കറന്റ് ലീഡ്സ് EMF ബൈ ഫേസ് π/2. ഓക്കെ, ഇവിടുത്തെ വോൾട്ടേജ് V ഈക്വൽ ടു I ഇൻറ്റു റെസിസ്റ്റൻസ് ഓഫേർഡ് ബൈ കപ്പാസിറ്റീവ് സർക്യൂട്ട് XC.
അപ്പോൾ v ഈക്വൽ ടു IR കിട്ടി, v ഈക്വൽ ടു IXL, v ഈക്വൽ ടു IXC, XC ഈക്വൽ ടു 1/c omega. ഓക്കെ, ഇനി നമുക്ക് ഇതിന്റെ ഫേസർ ഡയഗ്രാം ഒന്ന് സിമ്പിൾ ആയിട്ട് വരച്ച് നോക്കാം. നമ്മൾ ഓരോന്നിന്റെയും നമ്മൾ ഫേസർ ഡയഗ്രാം വരച്ചതാണ്. ഇത് ഞാൻ അത്ര കോംപ്ലിക്കേറ്റഡ് ആക്കി വരക്കണില്ല, സിമ്പിൾ ആയിട്ട് നമുക്ക് വരക്കാം, എന്നാലേ കിട്ടുള്ളൂ. ഓക്കെ, ഫേസർ ഡയഗ്രാം വരച്ചിട്ട് നമുക്ക് അതിൽ നിന്ന് എന്ത് കണ്ടുപിടിക്കാം? റെസിസ്റ്റൻസ് ഓഫേർഡ് ബൈ LCR സർക്യൂട്ട്. അതിനാണ് നമ്മൾ എന്തെന്ന് പറയാ? ഇംപിഡൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് ഡെറിവേഷൻ എന്തായാലും ചോദിക്കും. ഇതിന് എന്തായാലും ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആണ് AC അപ്ലൈ ടു LCR സർക്യൂട്ട്. അപ്പൊ ഫസ്റ്റ് നമ്മൾ സീരീസ് ആയിട്ട് കണക്ട് ചെയ്ത്, ശ്രദ്ധിച്ചോട്ടാ, സീരീസ് ആയിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും AC അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ കറന്റ് സെയിം ആയിരിക്കും, വോൾട്ടേജ് ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ VL പ്ലസ് VC പ്ലസ് VR എന്ന് എഴുതി. ജനറലി നമുക്ക് ഇങ്ങനെ എഴുതാം. ഇനി നമ്മൾ ഓരോന്നിന്റെയും നമ്മൾ കണ്ടുപിടിക്കും. നമുക്ക് വേണ്ടത് എന്താ? റെസിസ്റ്റൻസ് ഓഫേർഡ് ബൈ LCR സർക്യൂട്ട് ആണ് വേണ്ടത്. അപ്പൊ അതിനെ കണക്ട് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഈ 3 ഇക്വേഷൻസ് എഴുതി വെച്ചത്. ഇത്ര എഴുതിയിട്ട് നമുക്ക് ഫേസർ ഡയഗ്രാം വരച്ചു നോക്കാം. ഓക്കെ, അപ്പൊ ഫേസർ ഡയഗ്രാം വരക്കുമ്പോൾ സിമ്പിൾ ആയിട്ടാണ് ഞാൻ വരക്കാൻ പോണത്. ഫസ്റ്റ് റെസിസ്റ്റൻസിന്റെ കേസ് എടുക്കുമ്പോൾ വോൾട്ടേജും കറന്റും എങ്ങനെയാണെന്ന് വെച്ചാൽ സെയിം ഫേസ്. അപ്പൊ ഇത് ഒരൊറ്റ ലൈനിൽ റെപ്രസെന്റ് ചെയ്യണേ. വോൾട്ടേജ് VR, കറന്റ് IR, അത് ഒരൊറ്റ ലൈനിൽ വരച്ചു. വോൾട്ടേജും കറന്റും സെയിം ഫേസിൽ തന്നെ ആയിരുന്നു. അങ്ങനെ പറഞ്ഞല്ലേ, വോൾട്ടേജും കറന്റും സെയിം ഫേസിൽ തന്നെ ആയിരുന്നു. അപ്പൊ അങ്ങനെ വെച്ചു. ഇനി അടുത്തത് ഇൻഡക്ടറിന്റെ കേസിൽ നോക്കുമ്പോൾ വോൾട്ടേജ് എന്തായിരുന്നു? ഇൻഡക്ടറിന്റെ കേസ് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ വോൾട്ടേജ് കറന്റ് ലാഗിങ്ങും വോൾട്ടേജ് ലീഡിങ്ങും. അപ്പൊ ഞാൻ ജസ്റ്റ് ഇത് ഇങ്ങനെ വരക്കണേ. വോൾട്ടേജിന്റെ കേസിൽ വോൾട്ടേജ് ലീഡിംഗ് ആണ്, അങ്ങനെ വെച്ചു. കറന്റ്, ഇതൊരു കറന്റ് ആയിട്ട് കൺസിഡർ ചെയ്യണമെങ്കിൽ ഈ കറന്റിനെ വെച്ച് നോക്കുകയാണെങ്കിൽ വോൾട്ടേജ് ലീഡിംഗ് ആണ്. സിമ്പിൾ ആയിട്ട് വരക്കാൻ വേണ്ടിയാണ് ഈ 3 ലൈൻസ് മാത്രം വരക്കണം. അടുത്തത് കപ്പാസിറ്റൻസിന്റെ കേസിൽ വോൾട്ടേജ് എങ്ങനെയാ? കറന്റ് ലീഡിങ്ങും വോൾട്ടേജ് ലാഗിങ്ങും ആണ്. ഇത് മനസ്സിലാക്കി പഠിച്ചില്ലെങ്കിൽ കൺഫ്യൂഷൻ ആയിരിക്കും കേട്ടോ. ഓക്കെ, VC ആകെ 3 ലൈൻസേ വരച്ചിട്ടുള്ളൂ. റെസിസ്റ്ററിന്റെ കേസിൽ രണ്ടും സെയിം ഡയറക്ഷനിലായിരുന്നു, സെയിം ഫേസിലായതുകൊണ്ട് ഒരൊറ്റ ലൈൻ വരച്ച്. പിന്നെ നമ്മൾ ഇൻഡക്ടറിന്റെ കേസിൽ എടുത്തപ്പോൾ വോൾട്ടേജ് ലീഡിംഗ് ആയിരുന്നു, അതുകൊണ്ട് ഇത് കറന്റ് ആക്കി നമ്മൾ കൺസിഡർ ചെയ്യണമെങ്കിൽ വേറെ ലൈൻസ് വരച്ച് കുളവാക്കാതിരിക്കാൻ ഞാൻ പറയുന്നത് ഇത് തന്നെ നോക്കുക. ഇത് കറന്റ് ആയിട്ട് കൺസിഡർ ചെയ്യണമെങ്കിൽ വോൾട്ടേജ് ലീഡിംഗ് ആണ്. ഓക്കെ, അടുത്തതിൽ നോക്കുമ്പോഴത്തേക്കും കപ്പാസിറ്ററിന്റെ കേസിൽ നോക്കുമ്പോൾ വോൾട്ടേജ്, ഇത് കറന്റ് ആയിട്ട് വെച്ച് നോക്കുകയാണെങ്കിൽ വോൾട്ടേജ് ലാഗിംഗ് ആണ്. അപ്പൊ നമ്മൾ ഇങ്ങനെ വരച്ച്. ഓക്കെ, ഇനി നോക്കിക്കേ, ഇത് രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിലല്ലേ ഈ രണ്ട് വെക്ടേഴ്സ് നിൽക്കുന്നത് അല്ലേ? അപ്പൊ നമ്മൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിലുള്ള വെക്ടേഴ്സിന്റെ എങ്ങനെയാ നമ്മൾ അതിന്റെ റിസൾട്ടന്റ് കണ്ടുപിടിക്കുന്നത്? ഓർമ്മയുണ്ടോ? +1 പഠിച്ചതാണ്. ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ഇത് നിൽക്കുന്നതെന്ന് വിചാരിക്കും. അപ്പൊ അതിന്റെ ഒരു സംബന്ധം എന്ന് പറയുന്നത് നമ്മൾ ഡിഫറൻസ് എടുത്താൽ പോരെ? സെയിം ഡയറക്ഷനിലാണെങ്കിൽ ജസ്റ്റ് ആഡ് ചെയ്ത് പോകും. ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് രണ്ട് വെക്ടേഴ്സ് എങ്കിൽ എന്താ ചെയ്യുക? ഡിഫറൻസ് എടുക്കും. ഓർമ്മയുണ്ടോ? ഓർമ്മയില്ല? ഒന്നും ചെയ്യാം, +1 ഒന്ന് പോകണം. ജസ്റ്റ് ഇത്ര ഓർത്താൽ മതി. രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? ആഡ് അല്ല, ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണെങ്കിൽ സബ്ട്രാക്ട് ചെയ്യുക, ഡിഫറൻസ് എടുക്കുക. അപ്പൊ ഇത് തമ്മിൽ ഡിഫറൻസ് എടുക്കുമ്പോൾ ഇതില് ഇൻഡക്ടറിന്റെ വോൾട്ടേജ് ലീഡിംഗ് ആണ്, കപ്പാസിറ്ററിന്റെ വോൾട്ടേജ് ലാഗിംഗ് ആണ്. അപ്പൊ വലുത് നമുക്ക് VL ആയിട്ട് കൺസിഡർ ചെയ്യും. VL മൈനസ് VC എന്നെടുത്ത്. ഓക്കെ, നിങ്ങൾ വരക്കുമ്പോൾ സെപ്പറേറ്റ് വരച്ചോളൂണ്ടല്ലോ, വേണം സെപ്പറേറ്റ് ഞാൻ വരച്ചത്. ഓക്കെ, ഇത് രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിലായതുകൊണ്ട് ഇന്ന് ഇത്ര എഴുതിക്കേണ്ട മക്കളെ മനസ്സിലാക്കി എഴുതണേ. ഇത് വരച്ചത് മനസ്സിലാക്കി വരക്കണം കേട്ടോ. അത് ഇതിന് വേണം നമുക്ക് ഇനി കണ്ടുപിടിക്കാനുള്ളത്. മനസ്സിലാക്കി എഴുതണം കേട്ടോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചു. ഓരോ സ്റ്റെപ്പ് മനസ്സിലാക്കി എഴുതിക്കാൻ നോക്കി എഴുതാതെ മനസ്സിലാക്കി എഴുതിക്കണം. പഠിച്ചു പോകാം, അപ്പൊ തന്നെ പഠിച്ചു പോകാം. അതിന് നോക്കിയിട്ട് പഠിക്കാനില്ല. മനസ്സിലാക്കി മനസ്സിലാക്കി എഴുതല്ലേ എക്സാമിന് നല്ല ദിവസം ഉറപ്പായിട്ടൊന്നും കിട്ടില്ല കേട്ടോ. വേണ്ട, റെസിസ്റ്ററിന്റെ കേസിൽ രണ്ടും എന്തായിരിക്കും? അത്ര ആലോചിച്ചാൽ റെസിസ്റ്ററിന്റെ കേസിൽ രണ്ടും സെയിം ഫേസ് ആയിരിക്കും, വ്യത്യാസമൊന്നുമില്ല. ഇൻഡക്ടറിന്റെ കേസിലാവുമ്പോഴത്തേക്കും എന്താ സംഭവിക്കുക? കറന്റ് ലാഗിങ് ആണ്, അപ്പൊ മൈനസ് വരും. കപ്പാസിറ്ററിന്റെ കേസിലാവുമ്പോൾ കറന്റ് എന്താവും? ലീഡിങ് ആവും. കറന്റ് ലീഡിങ് എന്ന് പറയുമ്പോൾ വോൾട്ടേജ് അവിടെ എന്തായിരിക്കും? ലാഗ് ആയിരിക്കും. അസെഷൻ റീസനും MCക്കും എല്ലാം നന്നായിട്ട് ചോദിക്കാം ഈ ചാപ്റ്ററിൽ നിന്ന്. ഡെറിവേഷനും ചോദിക്കാം. ഇതിനൊന്നും വിടാനില്ല, എല്ലാം പഠിച്ചോളൂ. വേഗം എഴുതിക്കോട്ടോ.
എഴുതി കഴിഞ്ഞാ കഴിഞ്ഞ അക്വിന് എഴുതിയ കൃതിക കഴിയാറാണ്. ഓക്കെ, അപ്പൊ ഇത് രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിലായതുകൊണ്ട് നമ്മൾ ഇതിന്റെ ഡിഫറൻസ് എടുത്തപ്പോ ഞാൻ പറഞ്ഞു ഈ ഒരു കേസിൽ ഇൻഡക്ടറിന്റെ കേസിൽ വോൾട്ടേജ് ലീഡിംഗ് ആണ്, കപ്പാസിറ്ററിന്റെ കേസിൽ വോൾട്ടേജ് ലാഗിംഗ് ആണ്. വോൾട്ടേജ് ബാക്കിലല്ലേ, ഇവിടെ വോൾട്ടേജ് ലീഡിംഗ്. അപ്പൊ ഇതാണ് ഇൻഡക്ടറിന്റെ വോൾട്ടേജ് ആണ് വലുത്, അതുകൊണ്ട് നമ്മൾ ഇതിൽ നിന്ന് ഇത് സബ്ട്രാക്ട് ചെയ്താൽ മതി. VL-VC. ഓക്കെ, അപ്പൊ നമുക്ക് റിസൾട്ടന്റ് ഇങ്ങനെ കിട്ടി. ഇനി ഇത് നോക്കിക്കേ, ഇത് രണ്ട് വെക്ടേഴ്സ് അല്ലേ, ഇത് രണ്ട് വെക്ടേഴ്സ്. അപ്പൊ ഇതിനെ എന്ത് ചെയ്യാം, ഇതിന്റെ റിസൾട്ടന്റ് കണ്ടുപിടിക്കണം. ഇതിന്റെ റിസൾട്ടന്റ് കണ്ടുപിടിക്കാൻ വേണ്ടി ഇങ്ങനെ ഒരു വെക്ടർ ഞാൻ വരച്ചു. ഇതാണ് ഇതിന്റെ റിസൾട്ടന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ റിസൾട്ടന്റിന്റെ വാല്യൂ കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ നോക്കിക്കേ, ഇത് VL-VC ആണെങ്കിൽ ഇത് എന്ത് തന്നെയായിരിക്കും, VL-VC. ഇനി ഇത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ലേ, ഇത് കണ്ടുപിടിക്കണമെങ്കിൽ എന്താ ചെയ്യണ്ടേ, പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്താൽ മതിയില്ലേ. V = ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ, ഹൈപ്പോട്ടന്യൂസ് കണ്ടുപിടിക്കണമെങ്കിൽ എന്താ ചെയ്യണ്ടേ, ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ പ്ലസ് ബേസ് സ്ക്വയർ, VR സ്ക്വയർ പ്ലസ് VL-VC the whole square. ഓക്കെ, V = √VR സ്ക്വയർ എന്ന് പറയുന്നത് എന്താ, VR എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ എഴുതി വെച്ച് നോക്കിക്കേ, VR = IR. അപ്പൊ IR the whole square, I square R square plus VL എന്താ എഴുതിയിരിക്കുന്നത്, VL = IXL minus IXC the whole square. V = √I square R square plus I square XL square minus I square XC square. ഈ I square നമുക്ക് കോമൺ ആയിട്ട് ഔട്ട്സൈഡ് എടുക്കാമല്ലോ. ഇവിടെ I square ഉണ്ട്, ഇവിടെ I square ഉണ്ട്. V = റൂട്ടിന് പുറത്തേക്ക് വരുമ്പോൾ എന്താവും, I square എന്താവും, I ആവും. √R square plus XL minus XC the whole square. Okay, V by I = √R square plus XL minus XC the whole square. V by I നമുക്ക് കണ്ടുപിടിക്കേണ്ട റെസിസ്റ്റൻസ് ഓഫേർഡ് ബൈ സീരീസ് LCR സർക്യൂട്ട്. V by I = Z. ഇവിടെ ഞാൻ Z എന്ന് റെപ്രസെന്റ് ചെയ്യണേ. റെസിസ്റ്റൻസ് ഓഫേർഡ് ബൈ സീരീസ് LCR സർക്യൂട്ട് ഈസ് കോൾഡ് ഇംപിഡൻസ്. V by I = Z. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ, V by I = Z ഇംപിഡൻസ്. ഇംപിഡൻസ് Z = √R square plus XL minus XC the whole square. ഇംപിഡൻസ് ഡിറൈവ് ചെയ്യാൻ എന്തായാലും ചോദിക്കും.
ഏതെങ്കിലും ഒരു എക്സാമിന് എന്തായാലും ചോദിച്ചിരിക്കും. ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു. ഇത്ര എഴുതി കഴിഞ്ഞിട്ട് അതുകൂടെ എഴുതണേ. റെസിസ്റ്റൻസ് ഓഫേർഡ് ബൈ സീരീസ് LCR സർക്യൂട്ട് ഇസ് കോൾഡ് ഇംപിഡൻസ്. Resistance offered by series LCR circuit is called impedance. അത് അത്ര എക്സ്പാൻഡ് ചെയ്തൊന്നും പോകണ്ട, ഇത്രയും ചെയ്യുന്നത്. ഇതിന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്ത് എഴുതിക്കോട്ടെ. Z equal to root of R square plus XL ന്റെ വാല്യൂ എന്താണ്? L omega minus XC 1 by C omega the whole square. എഴുതി കഴിയുമ്പോൾ എഴുതിക്കോട്ടാ. റെസിസ്റ്റൻസ് ഓഫേർഡ് ബൈ സീരീസ് LCR സർക്യൂട്ട് ഈസ് കോൾഡ് ഇംപിഡൻസ്. ഇംപിഡൻസ് എന്ന് എഴുതിയിട്ട് ബ്രാക്കറ്റിൽ Z എന്ന് എഴുതിക്കോട്ടെ, അല്ലെങ്കിൽ ഇനി ഓർക്കൂല. റെസിസ്റ്റൻസ് ഓഫേർഡ് ബൈ സീരീസ് LCR സർക്യൂട്ട് ഈസ് കോൾഡ് impedance bracket is set. അനന്തൂന് മനസ്സിലാവുന്നുണ്ടോ? ഇപ്പോഴാണല്ലേ കയറിയത്. നോക്കിക്കോ. ഇനി ഇവിടെ ഒരു ആംഗിൾ ഉണ്ടെന്ന് വിചാരിക്കും. ഇതിന് നമ്മൾ പറയുന്ന പേരാണ് ഫേസ് ആംഗിൾ. എന്താണ് ഫേസ് ആംഗിൾ? ഫേസ് ആംഗിൾ കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ഫേസ് ആംഗിൾ ഫൈ ആണ് ഫേസ് ആംഗിൾ. അത് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഇവിടെ ടാൻ ഫൈ എടുത്താൽ മതി. ടാൻ ഫൈ ഈക്വൽ ടു ടാൻ എന്താ? അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഓപ്പോസിറ്റ് സൈഡ് ബൈ adjacent side. Opposite side by adjacent side എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫേസ് ആംഗിൾ കിട്ടും. ഇവിടെ ഓപ്പോസിറ്റ് സൈഡ് ഏതാ? BL minus BC by adjacent side ഏതാ? BR. Okay. BL എന്ന് പറയുന്നത് എന്താ? IXL minus അത് എഴുതിയത് ഓർക്കുന്നുണ്ടോ? ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ എഴുതി വെച്ചില്ലേ? VL equal to അതായത് വോൾട്ടേജ് അക്രോസ് ഇൻഡക്റ്റൻസ് equal to IXL. വോൾട്ടേജ് അക്രോസ് കപ്പാസിറ്റർ equal to IXC by വോൾട്ടേജ് അക്രോസ് റെസിസ്റ്റർ IR. ഓക്കെ, ഈ I രണ്ടും കോമൺ ആയിട്ട് ഔട്ട്സൈഡ് എടുക്കുന്നുണ്ടെങ്കിൽ I into XL minus XC. അപ്പൊ നമുക്ക് I
XL minus XC by I പോയിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ളത് XL minus XC by R. Tan phi equal to XL minus XC by R. Phi equal to last step ഇവിടെ എഴുതുന്നത് phi equal to tan inverse of XL minus XC by R. ഫേസ് ആംഗിൾ ഇതും കൂടി ബോക്സ് ചെയ്തിട്ടോ. ജസ്റ്റ് ആ ഒരു ട്രയാങ്കിൾ കൺസിഡർ അതിൽ ജസ്റ്റ് ടാൻ എടുത്തിട്ടുണ്ടെന്ന് എഴുതാം, അതൊന്നും ചെയ്തിട്ടില്ല. അടുത്ത ക്ലാസ്സിൽ ഇനി നമുക്ക് എക്സാം ഒന്നും ഇല്ലല്ലോ, എക്സാം എല്ലാം കഴിഞ്ഞില്ലേ? അപ്പോൾ AC applied to a series LCR circuit എഴുതാൻ റെഡി ആയിട്ട് തന്നെ നോക്കൂല. തന്നെ ഓർമ്മിപ്പിക്കണം, ഞാൻ മറന്നുപോയാൽ. അല്ലെങ്കിൽ അപ്ലൈ ടു ഇൻഡക്ടറും കപ്പാസിറ്ററും എല്ലാം വേണം. പഠിക്കാൻ ടൈം ഉണ്ടാവോ? അത് പഠിക്കാൻ ടൈം ഉണ്ടാവോ? ഉണ്ടാവോ? സെലീന കുഴപ്പമുണ്ടോ അതെല്ലാം പഠിക്കാൻ? അല്ലെങ്കിൽ ഇത് മാത്രം മതിയാ? ഇത് മാത്രം മതി. ഓക്കെ, ഇത് മാത്രം പഠിച്ചിട്ട് വരുമല്ല. കുറച്ചുകൂടി ഉണ്ട്, അതുകൊണ്ട് കഴിഞ്ഞിട്ട് ഇതൊന്ന് കംപ്ലീറ്റ് ചെയ്തോട്ടെ. ഓക്കെ, അപ്പൊ ഇത്ര എഴുതിയാ? ഓക്കെ, ഇനി ഒരു കണ്ടീഷൻ നോക്കണേ. when XL equal to XC, XL-ഉം XC-യും ഈക്വൽ ആണെന്ന് വിചാരിക്കും. XL-ന്റെ വാല്യൂ XC-യുടെ വാല്യൂ ഈക്വൽ ആണെന്ന് വിചാരിക്കും. അപ്പൊ Z-ന്റെ വാല്യൂ എന്തായിരിക്കും? Z equal to root of R square, that is Z equal to R. ഈ ഒരു കണ്ടീഷനെ നമ്മൾ പറയുന്ന പേരാണ് റിസൊണൻസ് കണ്ടീഷൻ. എന്താണ് റിസൊണൻസ് കണ്ടീഷൻ? അപ്പോൾ when XL equal to XC, XL equal to XC ആവുമ്പോൾ Z-ന്റെ വാല്യൂ എന്തായിട്ട് മാറും? ഈ ഇക്വേഷൻ പഠിച്ചാൽ മതി. ഇതിൽ നിന്ന് തന്നെ നമ്മൾ എഴുതുന്നത് when XL equal to XC, XL-ഉം XC-യും ഈക്വൽ ആണ്. അപ്പോൾ Z equal to R, ഇതിനെ നമ്മൾ പറയുന്ന പേരാണ് റെസൊണൻസ് കണ്ടീഷൻ. അപ്പോൾ റെസൊണൻസ് കണ്ടീഷൻ എഴുതാൻ വേണ്ടി ചിലപ്പോൾ 2 മാർക്ക് ക്വസ്റ്റ്യനിൽ ചോദിക്കും ഏതാണ് റെസൊണൻസ് കണ്ടീഷൻ. അപ്പോൾ when XL equal to XC, Z equal to R, this is resonance condition. അപ്പോൾ ഈ റെസൊണൻസ് കണ്ടീഷൻ എന്ന് പറയുമ്പോൾ ഇംപിഡൻസ് ഓഫ് ദ LCR സർക്യൂട്ട്, ഇംപിഡൻസ് എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ പഠിച്ചത്? റെസിസ്റ്റൻസ് ഓഫേർഡ് ബൈ സീരീസ് LCR സർക്യൂട്ട്. അപ്പോൾ ഇംപിഡൻസ് ഈക്വൽ ടു റെസിസ്റ്റൻസ് ഓഫ് ദ സർക്യൂട്ട്. ഇതിന്റെ ഇംപിഡൻസിന്റെ വാല്യൂ എന്തായിട്ട് മാറും? റെസിസ്റ്റൻസിന്റെ വാല്യൂനോട് ഈക്വൽ ആവും. അതായത് ഇംപിഡൻസ് കുറഞ്ഞ് ആ റെസിസ്റ്റൻസ്, ഇംപിഡൻസ് എന്ന് പറയുമ്പോൾ ആ ടോട്ടൽ സർക്യൂട്ടിന്റെ ഇംപിഡൻസ് അല്ലേ, റെസിസ്റ്റൻസ് ഓഫേർഡ് ബൈ സീരീസ് LCR സർക്യൂട്ട്. ആ ടോട്ടൽ സർക്യൂട്ടിന്റെ റെസിസ്റ്റൻസിനാണ് നമ്മൾ എന്തെന്ന് പറയാ? ഇംപിഡൻസ് എന്ന് പറയാം. when XL equal to XC ആവുമ്പോൾ അത് എന്തിന്റെ വാല്യൂനോട് ഈക്വൽ ആകുന്ന? ആ ഒരു റെസിസ്റ്റൻസിന്റെ വാല്യൂനോട് മാത്രമാണ് ഈക്വൽ ആവുന്നത്. അതായത് അപ്പൊ എന്താ സംഭവിക്കുക? ഇംപിഡൻസ് കുറഞ്ഞാണ് ആ ഒരു റെസിസ്റ്റൻസിന്റെ വാല്യൂനോട് ഈക്വൽ ആവുന്നത്. അപ്പൊ ഈ റെസൊണൻസ് കണ്ടീഷനിൽ ഇംപിഡൻസ് Z എന്താകും? മിനിമം ആകും. എന്താവും? Z മിനിമം ആകും. ഇവിടുത്തെ കറന്റിന്റെ വാല്യൂ എന്തായിട്ട് മാറും? മാക്സിമം ആയിട്ട് മാറും. Z മിനിമം, I മാക്സിമം. ഈ ഒരു കണ്ടീഷനെ നമ്മൾ പറയുന്ന പേരാണ് റെസൊണൻസ് കണ്ടീഷൻ. ഇത്രയും മാത്രം എഴുതിയാൽ മതി, വേറെ സെന്റൻസ് ഒന്നും എഴുതിയില്ലേലും ഇത്ര എഴുതണം. when XL equal to XC, Z equal to R, that means impedance of the series LCR circuit is equal to resistance of the circuit. അപ്പൊ എന്താവും? റെസിസ്റ്റൻസ്. ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ മനസ്സിലാവും. ഇംപിഡൻസ് എന്ന് പറയുന്നത് റെസിസ്റ്റൻസ് ഓഫേർഡ് ബൈ ആ ഒരു LCR സർക്യൂട്ടിന്റെ റെസിസ്റ്റൻസ് ആണ് Z എന്ന് പറയുന്നത്. അത് ആ ഒരു റെസിസ്റ്റൻസിന്റെ വാല്യൂനോട് ഈക്വൽ ആകുന്നു എന്ന് പറയുമ്പോൾ ഇംപിഡൻസ് കുറഞ്ഞാണ് അവിടെ റെസിസ്റ്റൻസിന്റെ വാല്യൂനോട് ഈക്വൽ ആകും. ഓക്കെ, അപ്പൊ എന്താ? ഇംപിഡൻസ് കുറയും, Z മിനിമം ആകും. കറന്റ് അവിടെ റെസിസ്റ്റൻസ്, അപ്പൊ എന്താ? റെസിസ്റ്റൻസിന്റെ വാല്യൂനോട് ഈക്വൽ ആയി. അപ്പൊ കറന്റ് എന്താവും? മാക്സിമം. Z മിനിമം, I മാക്സിമം. ഓക്കെ, Z മിനിമം, I മാക്സിമം എഴുതിയാ? ഇത്ര എഴുതിയതല്ലേ? ഇത് എഴുതിയതല്ലേ? ഓക്കെ, അടുത്തപ്പോൾ നമുക്ക് റെസൊണൻസ് കണ്ടീഷൻ എന്താന്ന് കിട്ടി. പിന്നെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ് റെസൊണൻസ് ഫ്രീക്വൻസി കണ്ടുപിടിക്കാൻ. റെസൊണൻസ് ഫ്രീക്വൻസി, റെസൊണൻസ് കണ്ടീഷനിലുള്ള
ഫ്രീക്വൻസി. ഓക്കെ, അപ്പൊ റെസൊണൻസ് കണ്ടീഷൻ എന്ന് പറയുന്നത് ഏതാ? റെസൊണൻസ് കണ്ടീഷൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ പറയണം. Then XL equal to XC, Z equal to R. This is the resonance condition. ഇനി റെസൊണൻസ് കണ്ടീഷനിലുള്ള ഫ്രീക്വൻസി ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. റെസൊണൻസ് കണ്ടീഷനിലുള്ള ഫ്രീക്വൻസി കണ്ടുപിടിക്കണം. ജസ്റ്റ് ശ്രദ്ധിച്ചാൽ മതി, സിമ്പിൾ ആണ്. When റെസൊണൻസ് കണ്ടീഷനുള്ള ഫ്രീക്വൻസി ആണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പൊ റെസൊണൻസിന്റെ കണ്ടീഷൻ എന്താ? When XL equal to XC. ഒന്നും കിട്ടിയില്ലെങ്കിൽ അതൊന്ന് ചിന്തിച്ചു നോക്കിയാൽ മതി. റെസൊണൻസ് ഫ്രീക്വൻസി എന്ന് പറയുമ്പോൾ നമ്മൾ എവിടെ നിന്ന് തുടങ്ങണം? റെസൊണൻസിന്റെ കണ്ടീഷൻ എന്താ? XL equal to XC. ഇനി നിങ്ങൾ തന്നെ പറഞ്ഞു, XLന്റെ വാല്യൂ എന്താ? XLന്റെ വാല്യൂ L ഒമേഗ ഈക്വൽ ടു XCയുടെ വാല്യൂ എന്താ? 1/C ഒമേഗ. ഇതൊന്ന് മൾട്ടിപ്ലൈ ചെയ്യണേ. L C ഒമേഗ സ്ക്വയർ ഈക്വൽ ടു 1. ഒമേഗ സ്ക്വയർ ഈക്വൽ ടു 1/LC. ആംഗുലർ ഫ്രീക്വൻസി ഒമേഗ സ്ക്വയർ ഈക്വൽ ടു 1/LC. Then ഒമേഗ ഈക്വൽ ടു 1/√LC. ഒമേഗയുടെ വാല്യൂ എന്താ? ഒമേഗ ഈക്വൽ ടു 2πf. അതറിയില്ലാത്തവർ അത് എഴുതി വെച്ചോട്ടെ. ഒമേഗ ഈക്വൽ ടു 2πf. അപ്പൊ ഒമേഗക്ക് നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. 2πf ഈക്വൽ ടു 1/√LC. ഇവിടെ നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ഫ്രീക്വൻസി f ഈക്വൽ ടു 1/2π√LC. ദിസ് ഈസ് ദ റെസൊണന്റ് ഫ്രീക്വൻസി. കിട്ടിയ ഫ്രീക്വൻസി ഡിറൈവ് ചെയ്യാൻ സിമ്പിൾ അല്ലേ? ഒന്നും ചെയ്യണ്ട. റെസൊണൻസ് ഫ്രീക്വൻസി, റെസൊണന്റ് കണ്ടീഷൻ എന്താ? XL equal to XC. ഇതിന്റെ രണ്ടിന്റെ ഇക്വേഷൻ അറിയാം. XLന്റെ ഇക്വേഷൻ അറിയാം L ഒമേഗ, XCയുടെ ഇക്വേഷൻ അറിയാം 1/C ഒമേഗ. ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്യാം. LC ഒമേഗ സ്ക്വയർ ഈക്വൽ ടു 1, ഒമേഗ സ്ക്വയർ ഈക്വൽ ടു 1/LC. ഇതും കൂടി നോട്ട് ചെയ്ത് വെച്ചോട്ടെ. ആംഗുലർ ഫ്രീക്വൻസി, റെസൊണൻസ് കണ്ടീഷനിലുള്ള ആംഗുലർ ഫ്രീക്വൻസി ആണ് ഒമേഗ ഈക്വൽ ടു 1/√LC. ഫ്രീക്വൻസി ഇത്ര എഴുതിക്കോ. എഴുതി കഴിഞ്ഞാൽ the frequency at which എഴുതിയാൽ മതി. the frequency at which XL equal to XC is called resonance frequency. The frequency at which XL equal to XC is called resonance frequency. The frequency at which XL equal to XC is called resonant frequency. അപ്പോൾ ഓടിൽ നോക്കാതെ റെസൊണന്റ് ഫ്രീക്വൻസി സ്വന്തമായിട്ടൊന്നും ചെയ്യാൻ പറ്റുമോ നോക്കിയേ. എഴുതാത്തല്ലേ എഴുതി നോക്കിക്കേ. റെസൊണന്റ് ഫ്രീക്വൻസി ആണ് വേണ്ടത്. L ഒമേഗ ഈക്വൽ ടു 1/C ഒമേഗ. നോക്കണ്ടത് ഞാൻ നോക്കിക്കോളാം. ചെയ്ത് നോക്കിക്കേ. ഒന്ന് ആ ബുക്കിൽ ചെയ്യാൻ പറ്റുമോ നോക്കിയേ. സിമ്പിൾ കാര്യമാണ്. ഇപ്പൊ തന്നെ നോക്കാനേ ഉള്ളത്. ഒമേഗ ഈക്വൽ ടു ഒമേഗ എടുത്തു 1/LC. ഈ ഒമേഗ സ്ക്വയർ എത്തിയിട്ടില്ല. ആംഗുലർ ഫ്രീക്വൻസി ആയിട്ടുള്ളൂ. ഒമേഗ കണ്ടുപിടിച്ച് ഒമേഗ സ്ക്വയർ ആയിട്ടുള്ളൂ. ഒമേഗ ഈക്വൽ ടു √1/√LC. എല്ലാ റൂട്ടിലും ഉണ്ട്. 1/√1 തന്നെയല്ലേ. 1/√LC. ഇനി ഫ്രീക്വൻസിയാണ് വേണ്ടത്. അപ്പോൾ ഒമേഗക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കും. ഒമേഗ ഈക്വൽ ടു 2πf. 2πf ഒക്കെ എങ്ങനെ വന്നെന്ന് അറിയാലോ. അതൊന്നും പ്രശ്നമില്ലല്ലോ. എഴുതിയായിരുന്നോ? റെസൊണന്റ് ഫ്രീക്വൻസി എന്താണ് എഴുതിയ?
മറ്റേ നമ്മളെ LCR പഠിച്ചു. ഇവിടെ എന്താ വന്നിരിക്കുന്നത്? എല്ലും ആറും മാത്രമേ വന്നിട്ടുള്ളൂ. ഫിഗർ ഒന്ന് വരയ്ക്കാൻ പറ്റുമോ നോക്കി. ഇവിടെ നമ്മൾ എന്താ കണ്ടുപിടിക്കാൻ പോകുന്നത്? റെസിസ്റ്റൻസ് ഓഫേർഡ് ബൈ ഇമ്പിഡൻസ് കണ്ടുപിടിച്ചില്ലേ, അത് തന്നെയാണ് ഇവിടെയും കണ്ടുപിടിക്കാൻ പോകുന്നത്. ഇസെറ്റിന്റെ വാല്യൂ ആണ് നമ്മൾ ഇവിടെയും കണ്ടുപിടിക്കാൻ പോകുന്നത്. മറ്റേ നേരത്തെ ചെയ്ത കേസിൽ LCR ഉണ്ടായിരുന്നു, റെസിസ്റ്റൻസ് ഓഫേർഡ് ബൈ സീരീസ് LCR സർക്യൂട്ട് ആണ് ഇമ്പിഡൻസ് കണ്ടുപിടിച്ചത്. ഇവിടെ കണ്ടുപിടിക്കാൻ പോകുന്ന റെസിസ്റ്റൻസ് ഓഫേർഡ് ബൈ സീരീസ് LR സർക്യൂട്ട്. സി മാറിയുന്നേ ഉള്ളൂ, ബാക്കിയെല്ലാം സെയിം തന്നെ. ഓക്കെ, റെസിസ്റ്റൻസ് ഓഫേർഡ് ബൈ സീരീസ് LR സർക്യൂട്ട്. അപ്പൊ എല്ലും ആറും മാത്രം വരച്ചാൽ മതി. LR സർക്യൂട്ടിലേക്ക് AC അപ്ലൈ ചെയ്ത് കൊടുത്തു. ഓക്കെ, അപ്പൊ നമുക്ക് സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കണമെങ്കിൽ Z മാത്രം കണ്ടുപിടിച്ചാൽ പോരെ. അപ്പൊ വേറെ ഇക്വേഷൻ ഒക്കെ നമുക്കറിയാം. ഇനി ഞാൻ സെപ്പറേറ്റ് എഴുതണ്ടല്ലോ. VL എന്താണ്? VL ഈക്വൽ ടു ഇതൊന്നും ഞാൻ എഴുതണ്ടല്ലോ. IXL IXC എന്നൊന്നും എഴുതണ്ടല്ലോ. അത് മനസ്സിലാവൂലേ? VL എന്ന് പറയുമ്പോൾ IXL ആണെന്ന് മനസ്സിലായിക്കോളാം. സെപ്പറേറ്റ് സ്റ്റെപ്പ് എഴുതണില്ല. അത് LCR പഠിച്ചതുകൊണ്ടാണ് എഴുതാത്തത്. ഓക്കെ, നേരെ ഡയഗ്രാം വരക്കാലോ. ഓക്കെ, അപ്പൊ നമുക്ക് എന്തൊക്കെയാണ് തന്നിട്ടുള്ളത്? എല്ലും തന്നിട്ടുണ്ട്, VL തന്നിട്ടുണ്ട്, വോൾട്ടേജ് അക്രോസ് ഇൻഡക്ടൻസും വേണം, വോൾട്ടേജ് അക്രോസ് റെസിസ്റ്റൻസും വേണം. അപ്പൊ റെസിസ്റ്റൻസിന്റെ കേസിൽ VI എങ്ങനെയായിരിക്കും ആലോചിച്ച് നോക്കിയേ. സെയിം ഫേസ്. അപ്പൊ നമുക്ക് എത്ര ലൈൻ വരണം? ഒരൊറ്റ ലൈൻ വരച്ചാൽ മതി. VR. ഓക്കെ, VR ഈക്വൽ ടു IR. ഒരൊറ്റ ലൈൻ വരച്ചു. ഇനി ഇൻഡക്ടറിന്റെ കേസിൽ കറന്റ് എന്തായിരിക്കും? കറന്റ് ലാഗ് ആണ്, വോൾട്ടേജ് ലീഡിംഗ് ആണ്. അപ്പൊ ഇത് കറന്റ് ആണെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ വോൾട്ടേജിന് നമുക്ക് എങ്ങനെ വരക്കാം? ഇങ്ങനെ വരക്കാം. ഇതാണ് വോൾട്ടേജ്. ഓക്കെ, രണ്ട് ലൈൻസ് മാത്രമേ വരച്ചിട്ടുള്ളൂ. ആകെ ഞാൻ നേരത്തെ വരച്ച പോലെ ഓരോ ലൈൻസും വരച്ച് കാണിക്കല്ല. ഇത് ഡിറൈവ് ചെയ്യാൻ വന്നാൽ ഇത്രയും ജസ്റ്റ് കാണിച്ചാൽ മതി. LR സർക്യൂട്ട്. ഓക്കെ, അപ്പൊ ഇൻഡക്ടറും ഉണ്ട്, റെസിസ്റ്ററും ഉണ്ട്. റെസിസ്റ്ററിന്റെ കേസിൽ കറന്റും വോൾട്ടേജും സെയിം ഫേസിലാണ്, അതുകൊണ്ട് ഒരൊറ്റ ലൈൻ വരച്ച്. ഇനി അടുത്ത കേസ് നോക്കാനാണെങ്കിൽ, ഇൻഡക്ടറിന്റെ കേസ് നോക്കാനാണെങ്കിൽ വോൾട്ടേജ് എന്താണ്? ലീഡിംഗ് ആണ്. വോൾട്ടേജ് ലീഡിംഗ് ആയതുകൊണ്ട് പൊക്കത്തേക്ക് ലൈൻ വരച്ചു. ഓക്കെ, ഇനി ഇതിന്റെ രണ്ടിന്റെയും കൂടി ഒരു റിസൾട്ടന്റ് കണ്ടുപിടിക്കാൻ വേണ്ടി ഒരു ലൈൻ ഞാൻ ഇവിടെ നിന്ന് വരച്ചു, റിസൾട്ടന്റ് കണ്ടുപിടിക്കാൻ വേണ്ടി. ഓക്കെ, ഇത് VL ആണെങ്കിൽ ഇത് എന്ത് തന്നെ ആയിരിക്കും? VL തന്നെ ആയിരിക്കും, ഇത് VR ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ റിസൾട്ടന്റ് കണ്ടുപിടിക്കാമല്ലോ. നേരത്തെ ചെയ്ത സെയിം സ്റ്റെപ്പ് തന്നെ ഇവിടുത്തെ റിസൾട്ടന്റ് കണ്ടുപിടിക്കാം. V ഈക്വൽ ടു ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഈക്വൽ ടു altitude square plus base square VL square. Okay, V equal to root of I square R square plus VL എന്ന് പറഞ്ഞാൽ എന്താ? VL എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വോൾട്ടേജ് അക്രോസ് ഇൻഡക്ടർ ഈക്വൽ ടു I into XL അല്ലേ? റെസിസ്റ്റൻസ് ആണ്. This is the resistance offered by inductor circuit. ഇത് കറന്റ്. അപ്പൊ VL ഈക്വൽ ടു IXL സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നേരത്തെ പോലെ തന്നെ സെയിം സ്റ്റെപ്പ് IXL. അപ്പൊ I സ്ക്വയർ XL സ്ക്വയർ. ഓക്കെ, I സ്ക്വയർ കോമൺ ആയിട്ട് ഔട്ട് സൈഡ് എടുത്ത് V ഈക്വൽ ടു I സ്ക്വയർ റൂട്ടിന്റെ പുറത്തേക്ക് വരുമ്പോൾ എന്താ? I R സ്ക്വയർ പ്ലസ് XL സ്ക്വയർ V ബൈ I ഈക്വൽ ടു എന്താ? Z. അപ്പൊ എന്താ നമ്മൾ കണ്ടുപിടിച്ച? റെസിസ്റ്റൻസ് ഓഫേർഡ് ബൈ LR സർക്യൂട്ട് പ്ലസ് XLന്റെ വാല്യൂ എത്രയാണ്? L സ്ക്വയർ ഒമേഗ സ്ക്വയർ. Z ഈക്വൽ ടു റൂട്ട് ഓഫ് R സ്ക്വയർ പ്ലസ് L സ്ക്വയർ ഒമേഗ സ്ക്വയർ. ഓക്കെ, ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി ഫേസ് ആംഗിൾ കണ്ടുപിടിച്ചേ. ഫേസ് ആംഗിൾ എന്തായിരിക്കും? tan phi എടുത്തേ. tan phi ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ്. ഓപ്പോസിറ്റ് സൈഡ് എന്താ വന്നേക്കുന്നത്? VL ബൈ അഡ്ജസന്റ് സൈഡ് VR. ദാറ്റ്സ് ഈക്വൽ ടു IXL ബൈ IR. ക്യാൻസൽ ആയി. ബാക്കിയുള്ളത് tan phi ഈക്വൽ ടു XL ബൈ R. Phi ഈക്വൽ ടു tan ഇൻവേഴ്സ് ഓഫ് XL ബൈ R.
അങ്ങനെയാണെങ്കിൽ അടുത്ത RC സർക്യൂട്ട് ഒന്ന് ചെയ്യാൻ പറ്റുമോ നോക്കി. RC സീരീസ് സർക്യൂട്ട് റെസിസ്റ്റൻസ് ആ ഇൻഡക്ടർ മാറ്റിയുടെ കപ്പാസിറ്റർ വെച്ചാൽ മതി. നേരെ ഫേസർ ഡയഗ്രാം വരച്ചോ. ജസ്റ്റ് ഒന്ന് മാറ്റി വെച്ചാൽ മതി. നോക്കണ്ടി ചെയ്തു ഞാൻ ചെയ്തു ആ ഫിഗറിൽ. അടുത്തത് RC സീരീസ് സർക്യൂട്ട്. എല്ലാവരും മാറ്റിയിട്ട് RC സീരീസ് AC സർക്യൂട്ട്. ഒരു RC സർക്യൂട്ടിലേക്ക് AC കൊടുക്കണേണ്. അപ്പോൾ എന്ത് കണ്ടുപിടിക്കാം? ഇതുപോലെ തന്നെ ജസ്റ്റ് ഇമ്പിഡൻസ് കണ്ടുപിടിച്ചാൽ മതി. ഇമ്പിഡൻസും ഫേസ് ആംഗിളും മാത്രം കണ്ടുപിടിച്ചാൽ മതി. അതിന് ഡയഗ്രാം ഒന്ന് വരച്ച് നോക്കിയേ. VL അല്ല ER ഉം VC. റെസിസ്റ്ററിന്റെ കേസിൽ കറന്റും വോൾട്ടേജും സെയിം ഫേസിലായിരിക്കും. ഒരൊറ്റ ലൈൻ. ആ ലൈനിന് VR വന്ന് PC അല്ല VR. അവിടുത്തെ റെസിസ്റ്ററിന്റെ കേസിൽ കറന്റും വോൾട്ടേജും സെയിം ലൈനിലായിരുന്നു ഒരൊറ്റ ലൈൻ റെപ്രസെന്റ് ചെയ്യും. ഇനി VCയുടെ കേസിൽ നോക്കിയാൽ VC എന്ന് പറയുമ്പോൾ കപ്പാസിറ്ററിന്റെ കേസിൽ വോൾട്ടേജ് ലാഗിങ് ആണോ ലീഡിങ് ആണോ എന്നൊന്ന് കണ്ടുപിടിക്കും. ലാഗിങ് ആണോ ലീഡിങ് ആണോ ഞാൻ എഴുതിയ LCRന്റെ ഇതിൽ തന്നെ കണ്ടുപിടിക്കാം. നോക്കിക്കേ, ഇതല്ലേ കപ്പാസിറ്റർ. കപ്പാസിറ്ററിന്റെ കേസിൽ +5/2 I = +5/2. അപ്പൊ ഇവിടെ കറന്റ് എന്താണ്? ലീഡിങ്. അപ്പൊ വോൾട്ടേജ് എങ്ങനെയാ വരേണ്ട? ലാഗിങ് ആണ്. അപ്പൊ നോക്കിക്കേ, VR = IR എന്ന് എഴുതും. ഫസ്റ്റ് സ്റ്റെപ്പ് VR = IR എന്ന് എഴുതിക്കേ. അപ്പൊ അടിയിലേക്ക് വരും. ലാഗിങ് അല്ലേ, വോൾട്ടേജ് ലാഗിങ് ആണ്. അപ്പൊ ലൈൻ എങ്ങനെ വരും? നേരെ താഴേക്ക് വരും. ഓക്കെ, ആ LCR സർക്യൂട്ടിൽ ഫിഗർ വെച്ചപ്പോ കറക്റ്റ് ആയിട്ട് വരച്ചത് അതേ കണ്ട. വോൾട്ടേജ് ലീഡിങ്, ഇൻഡക്ടറിന്റെ കേസിൽ വോൾട്ടേജ് ലീഡിങ്, കപ്പാസിറ്ററിന്റെ കേസിൽ വോൾട്ടേജ് നേരെ താഴേക്ക്. ഓക്കെ, ഇനി ഇതിന് രണ്ടിനും കൂടി ഒരു റിസൾട്ടന്റ് എടുത്ത് വരച്ച് റിസൾട്ടന്റ് എടുത്ത് അതിന്റെ വാല്യൂ അങ്ങോട്ട് വരക്കാം. കണ്ടുപിടിച്ചു. ഇത് VC ആണെങ്കിൽ ഇത് എന്തായിരിക്കും? അത് VC. അപ്പൊ ഇത് VC ആണെന്ന് മനസ്സിലായി, ഇത് VR ആണെന്ന് മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ ഇത് കണ്ടുപിടിക്കാമല്ലോ. അത് കണ്ടുപിടിക്കണമെന്നാണ് ഇമ്പിഡൻസ് എത്തും. അപ്പൊ അത് കണ്ടുപിടിച്ച് വരുമ്പോ കിട്ടിയാ. ഇത് വേണ്ട, ഇതിന്റെ ആവശ്യമില്ല. ഒരെണ്ണം മതിയല്ല, VC മാത്രം മതി. നോക്കിക്കേ, ആ ഇക്വേഷൻ എഴുതണം കേട്ടോ. ഇതുണ്ടോ, റെസിസ്റ്ററിന്റെ കേസ് എടുക്കുമ്പോൾ രണ്ടും സെയിം ബേസ്, ഒരു വ്യത്യാസമില്ല. അതുകൊണ്ട് നമ്മൾ ഒരൊറ്റ ലൈൻ വരച്ച് റെപ്രസെന്റ് ചെയ്യണം. നേരത്തെ വരച്ചിട്ട് ഞാൻ ഒരൊറ്റ ലൈൻ അല്ലേ വരച്ചത്, അതെ, ഒരൊറ്റ ലൈൻ വരച്ച് റെപ്രസെന്റ് ചെയ്യും. ഇനി ഇൻഡക്ടറിന്റെ കേസിൽ നോക്കുമ്പോൾ നോക്കിയാൽ I +-π/2. ആ മൈനസ് എന്ന് പറയുമ്പോൾ ബാക്കിലാണ്, പുറകിലാണ്. I ലാഗിങ് ആണ്. അപ്പൊ I ലാഗിങ് ആകുമ്പോൾ വോൾട്ടേജ് എങ്ങനെയായിരിക്കും? ലീഡിങ് ആയിരിക്കും. അപ്പൊ വോൾട്ടേജ് ഇതിനെ തന്നെ നമ്മൾ I ആയിട്ട് എടുത്തെങ്കിൽ വോൾട്ടേജ് നേരെ പൊക്കത്തേക്ക് വെച്ചു. പക്ഷേ കപ്പാസിറ്ററിന്റെ കേസിൽ നോക്കിക്കേ, കപ്പാസിറ്ററിന്റെ കേസിൽ I +π/2. അപ്പൊ കറന്റ് കൂടുതലാകുമ്പോൾ വോൾട്ടേജ് അവിടെ എങ്ങനെയായിരിക്കും? ബാക്കിലേക്ക്. അപ്പൊ വോൾട്ടേജിന്റെ ലൈൻ എങ്ങനെ വരും? നേരെ ബാക്കിലേക്ക് വരും. VC ബാക്കിലേക്ക് വരും. ഇത് രണ്ടും രണ്ട് ഡയറക്ഷനിലാണ് പോകുന്നത്. അപ്പൊ റിസൾട്ടന്റ് കണ്ടുപിടിക്കാൻ ഇങ്ങോട്ട് ലൈൻ വരക്കുക. ഇനി നമുക്ക് ഈ റിസൾട്ടന്റിന്റെ വാല്യൂ, ഇതാണ് നമ്മുടെ റിസൾട്ടന്റ്. ഇത് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഇത് VC ആണെങ്കിൽ ഇത് VC അല്ലെ, ഇത് VC ഇത് VR. അങ്ങനെയാണ് ഇതിന്റെ വാല്യൂ കണ്ടുപിടിച്ചാൽ പോരെ. π0 അപ്ലൈ ചെയ്ത് കിട്ടുന്നുണ്ടോ? ആ പറഞ്ഞു കിട്ടുന്നുണ്ടോ? ഇല്ല, I എടുത്ത ഔട്ട് സൈഡ് ഇതിന്റെ വാല്യൂ I എവിടെയാണ്? ഇതില് IXC അല്ലേ VC എന്ന് പറയുന്നത്. ആ പറഞ്ഞു കിട്ടുന്നുണ്ടോ? ചെയ്യാൻ പറ്റുമോ? ഇത് തിരിഞ്ഞു പോയിട്ടുണ്ട്. VC അടിയിലേക്ക് ശരി കിട്ടുന്നുണ്ടോ? സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണം. ഇനി ട്രാൻസ്ഫർ കണ്ടുപിടിക്കും. ഫോണിൽ ചെയ്യേണ്ട എല്ലാവർക്കും കിട്ടിയില്ലേ? സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കും. സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കും. എക്സിന്റെ വാല്യൂ എന്താ? XL = L/X അല്ല 1/. നോക്കിക്കാൻ അറിയില്ലെങ്കിൽ കുഴപ്പമില്ല, നോക്കിയാൽ മതി. X = 1/0 സബ്സ്റ്റിറ്റ്യൂട്ട് ആപ്പിട്ട് കിട്ടിയോ? ഞാൻ ഫോൺ ചെയ്യണ്ടല്ലോ. അങ്ങനെ കിട്ടിയില്ലേ? അത് തന്നെ കറക്റ്റാ. 1/c²ω². ഇനി ഫേസ് ആംഗിൾ കൊണ്ട് പിടിച്ചാൽ
എഴുതിയായിരുന്ന എല്ലാ സർക്യൂട്ട് ആയിട്ട് RC കൂടി കണ്ടുപിടിച്ചേക്കണേ. അതുപോലെ തന്നെ സെയിം സ്റ്റെപ്പ് RC കൂടി കണ്ടുപിടിക്കണം കേട്ടോ. പറ്റുമോ നോക്ക്, ചെയ്യാൻ പറ്റുമോ നോക്കല്ലേ, ഇവിടെ വന്നിട്ട് പറഞ്ഞുതരാം. അനന്തു ചെയ്യാൻ നോക്കട്ടോ. ദേവാ പോയ എല്ലാരും. സൗരഭിന് കിട്ടിയ RC കൂടി ചെയ്യാൻ നോക്കട്ടോ. ഓക്കെ, അടുത്തത് Q ഫാക്ടർ. ഇത് ജസ്റ്റ് ഡെഫിനിഷൻ മാത്രം നോക്കിയാൽ മതി. ആ ഇക്വേഷൻ ജസ്റ്റ് നോക്കിയാൽ മതി. Q ഫാക്ടർ ഇസ് ദ ഷാർപ്നെസ് ഓഫ് റെസൊണൻസ് എന്ന് പറയുന്നത്. റെസൊണൻസിന്റെ നമുക്ക് റെസൊണൻസ് കണ്ടീഷൻ പഠിച്ച് അതിന്റെ ഒരു ഷാർപ്നെസ്, അതിനെയാണ് നമ്മൾ എന്താ പറയാ, Q ഫാക്ടർ എന്ന് പറയാം. ഷാർപ്നെസ് ഓഫ് റെസൊണൻസ്. ഇതിന്റെ ഡെഫിനിഷൻ ഒക്കെ എഴുതിക്കോ. ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് voltage across inductor or capacitor. It is the ratio of voltage across inductor or capacitor to voltage across resistance. It is the ratio of voltage across inductor or capacitor to voltage across resistor. Q factor is denoted as Q. It is a ratio of voltage across inductor or capacitor to voltage across resistor. Q equal to, അപ്പോൾ എന്താ പറഞ്ഞിരുന്നത്, ഇൻഡക്ടറിന്റെ അല്ലെങ്കിൽ കപ്പാസിറ്ററിന്റെ എന്നാ പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഇൻഡക്ടറിന്റെ എടുത്ത് നോക്കാം. VL by VR. VL by VR. VL എന്ന് പറയുന്നത് എന്താ, VL എന്ന് പറഞ്ഞാൽ IXL by IR. I പോയി, ബാക്കിയുള്ളത് XL by R. XL equal to L omega. Omega at resonance എന്നാ പറഞ്ഞത്. ഷാർപ്നെസ്, Q factor is the sharpness of resonance അല്ലേ. റെസൊണൻസ് കണ്ടീഷനിലാണ് Q factor നമ്മൾ പറയാം. അപ്പൊ ഇവിടുത്തെ ഒമേഗ എന്ന് പറയുന്നത് എന്താ, റെസൊണൻസ് കണ്ടീഷനിലുള്ള ഒമേഗ ബൈ R. ഓക്കെ, റെസൊണൻസ് കണ്ടീഷനിലുള്ള ഒമേഗയുടെ വാല്യൂ നമ്മൾ പഠിച്ചായിരുന്നു. എന്താ, ഒമേഗ ഈക്വൽ ടു 1/√LC. ഫ്രീക്വൻസി ആണ് 1/2π√LC പഠിച്ചത്. ഓക്കെ, ഇതാണ് Q ഫാക്ടറിന്റെ ഇക്വേഷൻ. വേണമെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എഴുതുമ്പോൾ 1/R × √L/C. ഇതുകൂടി എഴുതി വെച്ചോട്ടാ. ഇതും എഴുതിക്കോട്ടാ ബോക്സ് ചെയ്തു. കഴിഞ്ഞോ? ഒമേഗ ആർ എന്ന് പറയുമ്പോൾ റെസൊണൻസ് കണ്ടീഷൻ അല്ലേ. Q ഫാക്ടർ എന്ന് പറയുമ്പോൾ എന്താ നമ്മൾ പഠിച്ച, Q ഫാക്ടർ ഷാർപ്നെസ് ഓഫ് റെസൊണൻസ്. അപ്പൊ റെസൊണൻസ് കണ്ടീഷനിലുള്ള ഒമേഗ. അപ്പൊ ഡയറക്റ്റ് ഒമേഗ അല്ലെങ്കിൽ നമുക്ക് ഒമേഗ = 2πf എന്ന് കൊടുക്കായിരുന്നു. റെസൊണൻസ് കണ്ടീഷൻ ആയതുകൊണ്ട് നമ്മൾ റെസൊണൻസ്
റൂട്ട് എൽ സി എന്ന് പറഞ്ഞാൽ പറഞ്ഞില്ല, അതുകൂടി നോക്കിക്കോളും, അതുകൊണ്ട് അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ ഓർക്കുക ക്യൂ ഫാക്ടർ ചോദിക്കുമ്പോൾ ഒമേഗ എന്ന് പറയുമ്പോൾ 2πf എടുക്കരുത്. ഏതാ എടുക്കേണ്ട? റെസൊണൻസ് കണ്ടീഷനിലാണ്. അപ്പോൾ അത് ഓർക്കണോട്ടെ, റെസൊണൻസ് കണ്ടീഷനിൽ ഒമേഗയുടെ വാല്യൂ മാറും, 1/√LC ആവും. മാറിപ്പോരുത്. അടുത്തത് ആവറേജ് പവർ അല്ലേ, മെറ്റീരിയൽ പവർ സീരീസ് LCR സർക്യൂട്ട്. മെറ്റീരിയൽ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ടാണ് പോയത്, അത്രയും ചെയ്ത് പോയില്ല. Okay, average power in series LCR circuit. Okay, average power in series LCR circuit. Power in the equation P equal to VI. Okay, P equal to VI. And നമുക്ക് V equal to V0 sin omega t എന്ന് കൊടുക്കാം. I equal to I0 sin omega t plus phi. ഒരു ഫേസ് ആംഗിൾ. phi എന്താ? ഫേസ് ആംഗിൾ. ഇവിടെ ഒരു ഫേസ് ആംഗിൾ കൂടി കൺസിഡർ ചെയ്തിട്ടുണ്ട്. അപ്പൊ പവർ ഡിറൈവ് ചെയ്യാൻ വന്നിട്ടുണ്ടെങ്കിൽ പവറിന്റെ ഇക്വേഷൻ ഫസ്റ്റ് കൊണ്ട് തുടങ്ങാനാണെങ്കിൽ പവറിന്റെ ഇക്വേഷൻ P equal to VI, V equal to V0 sin omega t. I ശ്രദ്ധിക്കണം, ഐയുടെ കൂടെ ഒരു phi കൂടി ചേർത്തിക്കണം. ഓക്കെ, I0 sin omega t plus phi. ഇനി നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ആവറേജ് പവർ ആണ് കണ്ടുപിടിക്കേണ്ടത്. P equal to VI, V0 sin omega t into I0 sin omega t plus phi. ഓക്കെ, B0 I0 ഞാൻ കോമൺ ആയിട്ട് എടുക്കണേ. ബാക്കിയുള്ളത് sin omega t into sin omega t plus phi. ഓക്കെ, ഇതില് sin A into sin B ഫോമിലല്ലേ ഇത് കിടക്കുന്നത്? sin A into sin B ഫോം. sin A into sin B എന്താ? sin A into sin B 1/2 cos A minus B minus cos A plus B. അല്ല, A plus B minus A plus B. A minus B minus A minus B minus A plus B. മറ്റേ 2 ആണ്. 2 sin A cos A. 2 sin A ആ കറക്റ്റ്. അത് ആ മൈനസ് എങ്ങോട്ട് വന്നതാണല്ലേ? sin A into sin B equal to 1/2 cos A minus B minus cos A plus B. ഓക്കെ, അപ്പോൾ ഇതിനെ നമുക്ക് ആ ഫോമിലേക്ക് എഴുതാം. B0 I0 1/2 cos A B cos A minus B minus cos A plus B plus 5. Cos phi minus cos 2 omega t plus 5. ഓക്കെ, ഇനി phi എന്ന് പറയാൻ നമുക്കിവിടെ വേണ്ടത് P ആവറേജ് ആണ് വേണ്ടത്. P ആവറേജ് ആണ് എടുക്കേണ്ടത്. phi എന്ന് പറഞ്ഞാൽ ഒരു കോൺസ്റ്റന്റ് ആണ്. അപ്പൊ cos ഓഫ് phi എന്ന് പറയുന്ന ടേം ഇവിടെ തന്നെ ഉണ്ടാവും. പക്ഷേ cos ആവറേജ് ഓഫ് ഇത് ഇവിടുത്തെ phi ഈ ടേം എന്ന് പറയുന്നത് ഒരു വേരിയബിൾ ആണ്. അപ്പൊ ഇത് ചേഞ്ച് ചെയ്തോണ്ടേയിരിക്കും. അപ്പൊ cos 2 omega t ഞാൻ ഫസ്റ്റ് ക്ലാസ്സിലാണെന്ന് പറഞ്ഞു. cos 2 omega t യുടെ വാല്യൂ ആവറേജ് ഓഫ് cos 2 omega t എന്ന് പറയുന്നത് 0 ആണെന്ന് പറഞ്ഞാൽ
ഓർക്കോണ്ട ഏത് ചെയ്തപ്പോഴാണെന്ന് എനിക്കറിയില്ല. ആവറേജ് കണ്ടുപിടിച്ചപ്പോൾ ഇൻസ്റ്റന്റേനിയസ് വാല്യൂടെ ആവറേജ് കണ്ടുപിടിച്ചപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു കോസ് ടു ഒമേഗ ടി ആവറേജ് എടുക്കുമ്പോൾ 0 വരും. അത് ഡീറ്റെയിൽ ആയിട്ട് നോക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് അത് 0 ആണെന്ന് മാത്രം പറഞ്ഞാൽ മതി. ഇതിന്റെ വാല്യൂ ആവറേജ് ഓഫ് കോസ് ടു ഒമേഗ ടി എന്ന് പറയുന്നത് എന്തായിട്ട് പോകും? 0 ആയിട്ട്. അപ്പോൾ നമുക്ക് ബാക്കി ഈ ടേം മാത്രമേ വരുന്നുള്ളൂ. V0 I0 I2 cos phi. ഓക്കെ, ഇതിനൊന്ന് അറേഞ്ച് ചെയ്ത് തരുകയാണേ. പി ആവറേജ് ഇസ് ഈക്വൽ ടു V0 ബൈ റൂട്ട് 2 I0 ബൈ റൂട്ട് 2 cos phi. V0 ബൈ റൂട്ട് 2 എന്ന് പറഞ്ഞാൽ എന്താ നോക്കേണ്ട? VRMS IRMS cos phi. Cos 2 omega t plus 5. Plus 5 plus 5 close it. അച്ഛൻ്റെ ടെക്സ്റ്റ് ഉണ്ടോ? എഴുതിക്കോ നോക്കട്ടെ.
ഓക്കെ, ആവറേജ് എഴുതിയാ പി ആവറേജ് ഈക്വൽ ടു വി ആർ എം എസ് ഐ ആർ എം എസ് ഇൻറ്റു കോസ് ഫൈ. ഇനി റെസിസ്റ്റീവ് സർക്യൂട്ട് ഫസ്റ്റ് നമ്മൾ കൺസിഡർ ചെയ്ത റെസിസ്റ്റീവ് സർക്യൂട്ടിലെ ആവറേജ് പവർ അപ്പം എങ്ങനെ വരും നോക്കിയേ. റെസിസ്റ്റീവ് സർക്യൂട്ട് എഴുതിക്ക്, ഹെഡിങ് കൊടുത്ത് റെസിസ്റ്റീവ് സർക്യൂട്ട്. ഇതിൽ തന്നെ സബ് ഹെഡിങ് ആയിട്ട് കൊടുത്താൽ മതി. ആവറേജ് പവർ ഇൻ സീരീസ് എൽ സി ആർ അല്ലേ, അതിന്റെ താഴെ തന്നെ റെസിസ്റ്റീവ് സർക്യൂട്ട്. ഫസ്റ്റ് നമ്മൾ പഠിച്ച എ സി അപ്ലൈ ടു എ റെസിസ്റ്റർ പഠിച്ചില്ലേ, അതിൽ റെസിസ്റ്റീവ് സർക്യൂട്ട് എന്ന് മാത്രം കൊടുക്കേ. റെസിസ്റ്റീവ് സർക്യൂട്ട്. ഇനി റെസിസ്റ്റീവ് സർക്യൂട്ടിലെ ആവറേജ് പവർ അപ്പം എങ്ങനെ വരും? ഫൈവ് എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ എന്തായിരിക്കും? ഫൈയുടെ വാല്യൂ എന്തായിരിക്കും? വോൾട്ടേജും ഐയും, അതായത് വോൾട്ടേജും കറന്റും സെയിം ഫേസ്. അപ്പൊ 5 ഈക്വൽ ടു 0. രണ്ടും സെയിം ഫേസ് അല്ലേ. മറ്റേതിൽ രണ്ടിലുമാണ് ലീഡ് ചെയ്യുന്നതും ലാഗ് ചെയ്യുന്നതൊക്കെ ബൈ ഫേസ് ആംഗിൾ π/2. അങ്ങനെയല്ല നമ്മൾ പറയാം. ഇവിടെ നോക്കിക്കേ, ഫസ്റ്റ് കേസിൽ റെസിസ്റ്റീവ് സർക്യൂട്ടിൽ മാത്രം, റെസിസ്റ്റീവ് സർക്യൂട്ടിന്റെ കേസിൽ നോക്കുമ്പോൾ അപ്പൊ എങ്ങനെ വരും? റെസിസ്റ്റീവ് സർക്യൂട്ടിൽ പി ആവറേജ് ഈക്വൽ ടു വി ആർ എം എസ് ഇൻറ്റു ഐ ആർ എം എസ് കോസ് ഫൈ. അപ്പൊ ഫൈയുടെ വാല്യൂ വോൾട്ടേജും വിയും ഐയും സെയിം ഫേസ് ആണ്. സെയിം ഫേസ് എന്ന് പറയുമ്പോൾ 5 ഈക്വൽ ടു എന്താവും? 5 ഈക്വൽ ടു 0. അപ്പൊ എങ്ങനെ വരും? പി ആവറേജ് ഈക്വൽ ടു വി ആർ എം എസ് ഇൻറ്റു ഐ ആർ എം എസ് ഇൻറ്റു കോസ് 0. കോസ് 0 ഇസ് 1. അപ്പൊ പി ആവറേജ് ഈക്വൽ ടു വി ആർ എം എസ് ഇൻറ്റു ഐ ആർ എം എസ്. ഇത് ക്വസ്റ്റ്യൻ ഉണ്ടാവട്ടെ. റെസിസ്റ്റീവ് സർക്യൂട്ടിലെ ആവറേജ് പവർ, റെസിസ്റ്റീവ് സർക്യൂട്ടിലെ ആവറേജ് പവർ പറയുമ്പോൾ വി ആർ എം എസ് ഇൻറ്റു ഐ ആർ എം എസ്. ഓക്കെ, അടുത്തത് കപ്പാസിറ്റീവ് ഓർ ഇൻഡക്റ്റീവ് സർക്യൂട്ട്. കപ്പാസിറ്റീവ് ഓർ ഇൻഡക്റ്റീവ് സർക്യൂട്ടിലെ ആവറേജ് പവർ എങ്ങനെ വരും? പി ആവറേജ് ഈക്വൽ ടു വി ആർ എം എസ് ഇൻറ്റു ഐ ആർ എം എസ് ഇൻറ്റു കോസ് ഫൈ. ഇവിടുത്തെ ഫേസ് ആംഗിൾ ഫൈയുടെ വാല്യൂ എത്ര വരുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കിയേ. റെസിസ്റ്ററിലും ഇൻഡക്ടറിലും എ സി അപ്ലൈ ടു എ റെസിസ്റ്റർ, സോറി റെസിസ്റ്റർ അല്ല, എ സി അപ്ലൈ ടു ആൻ ഇൻഡക്ടർ ഓർ കപ്പാസിറ്റർ. അവിടെ വിയും ഐയും എങ്ങനെയാണ് നിൽക്കുന്നത്? ഒരെണ്ണത്തില് വോൾട്ടേജ് കറന്റ് ലാഗ്സ് ഇ എം എഫ് ലാഗ്സ് വോൾട്ടേജ് ബൈ ഫേസ് π/2. വേറെ ഒരെണ്ണത്തിൽ എങ്ങനെയാണ് നിൽക്കുന്നത്? കറന്റ് ലീഡ്സ് വോൾട്ടേജ് ബൈ ഫേസ് π/2. അപ്പൊ അതിലെ രണ്ടിലെയും ഫേസ് ആംഗിൾ എത്രയായിരിക്കും വരുന്നത്? π/2. π/2 എന്ന് പറയുമ്പോൾ കോസ് 90. കോസ് 90 is 0. സോ ആവറേജ് പവർ കപ്പാസിറ്റീവ് അല്ലെങ്കിൽ ഇൻഡക്റ്റീവ് സർക്യൂട്ടിലെ ആവറേജ് പവർ അപ്പൊ എത്രയായിരിക്കും? 0. ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, ടൈം സിക്യൂല് ചോദിച്ചിട്ടുണ്ട്. ആവറേജ് പവർ ഓഫ് എ കപ്പാസിറ്റീവ് ഓർ ഇൻഡക്റ്റീവ് സർക്യൂട്ട്. കഴിഞ്ഞ ലാസ്റ്റ് ടോപ്പിക്, ചെറിയ ടോപ്പിക് ഇന്ന് തന്നെ പറയാനുള്ളതുകൊണ്ട് ഇത്ര എഴുതിയാ. ഇനി ഒരു ചെറിയ ഹെഡിങ് കൊടുത്തോ, പവർ ഫാക്ടർ. ആവറേജ് പവർ കണ്ടുപിടിച്ച് അടുത്തത് പവർ ഫാക്ടർ. പവർ ഫാക്ടറിൽ നമ്മൾ ആവറേജ് പവറിന്റെ ഇക്വേഷൻ പഠിച്ചത് ആവറേജ് പവർ ഡിസിപ്പേറ്റഡ് ബൈ എ LCR സീരീസ് LCR സർക്യൂട്ട് is given as P average equal to VRMS into IRMS into cos phi. ഈ ഒരു ഇക്വേഷൻ മാത്രം നോക്കിയാൽ മതി. ഇതിൽ നോക്കിക്കേ, ഇതിനെ നമ്മൾ പറയുന്നത് P ആവറേജിനെ നമ്മൾ പറയുന്നത് ട്രൂ പവർ എന്നാ പറയുന്നത്. എന്താണ്?
പവർ. ഓക്കെ, ഈ VRMS into IRMS എന്ന് പറയുന്ന ഈ ടേമിനെ നമ്മൾ പറയുന്നത് അപ്പാരന്റ് പവർ എന്ന് പറയുന്നത്. എന്താണ് അപ്പാരന്റ് പവർ? ഓക്കെ, ഇനി ലാസ്റ്റ് വൺ, ഈ cos phi എന്ന് പറയുന്ന ഈ ടേമിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? പവർ ഫാക്ടർ എന്ന് പറയുന്നത്. എന്താണ് പവർ ഫാക്ടർ? ഓക്കെ, പവർ ഫാക്ടർ. അപ്പൊ P average equal to, P average നമ്മൾ പറയുന്ന ട്രൂ പവർ ഈക്വൽ ടു അപ്പാരന്റ് പവർ ഇൻടു പവർ ഫാക്ടർ. അപ്പൊ ട്രൂ പവർ എന്താണെന്ന് വെച്ചാൽ ട്രൂ പവർ ഇസ് ഡിഫൈൻഡ് ആസ് ട്രൂ പവർ ഇസ് ദ പ്രോഡക്റ്റ് ഓഫ് അപ്പാരന്റ് പവർ ആൻഡ് പവർ ഫാക്ടർ. ഓക്കെ, അപ്പൊ ട്രൂ പവർ നമുക്ക് അങ്ങനെ ഡിഫൈൻ ചെയ്യാം. ഇനി cos phi ഈക്വൽ ടു എന്തെന്ന് പറയാം? P average by VRMS by IRMS, that is cos phi. Power factor equal to true power by apparent power. True power by apparent power. വെക്കല്ലേ, ഇതിന്റെ ഡയഗ്രാം കൂടി ഒന്ന് വരച്ചോ. cos phi equal to cos എന്താ? adjacent side by ഈ പവർ ഫാക്ടറിന്റെ ഇക്വേഷൻ കൂടെ ഒന്ന് നോക്കിക്കോളൂ കേട്ടോ.